വിശ്വനാഥന്റെ കാര്യം കണ്ണനോട് പറഞ്ഞോ? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ പറയണമെന്ന്? ഈ കിളവിയോട് ഞാൻ പറഞ്ഞ ഒന്ന് വിളിച്ചു പറയാൻ, എന്നിട്ട് അവർ ഇതുവരെ കേട്ടിട്ടില്ല. എന്ത് ചെയ്യും മോളെ? ഓ, ഒന്നും ചെയ്യാനില്ല. എന്റെ മോളിങ്ങി വാ. കേട്ടോ മോളെ, ഇന്നലെ രാത്രി വിശ്വനാഥൻ വന്ന് എന്റെ മുന്നിലിരുന്ന് ഒരേ കരച്ചിലായിരുന്നു. എങ്ങനെ അടിച്ച ആ പാവം കരയുന്നേ? ഒരേ ഒരു കാര്യം മാത്രമേ അവൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഞാനാണ് അവനെ ലോറി ഇടിച്ചു കൊന്നതെന്ന് കണ്ണൻ അറിയണം. അതറിയിക്കാതെ എന്റെ വിശ്വനാഥന് ഒരു സ്വസ്ഥത കിട്ടില്ല മോളെ. എനിക്കും അങ്ങനെ തന്നെ. ഒരുത്തി സഞ്ചരിക്കുന്ന കാറില് ലോറി കൊണ്ടുപോയി തട്ടിക്കാന്നും പറഞ്ഞു പോയതാ. അവരെ ഈ പറയുന്ന വിശ്വനാഥന്റെ കൂടെ വിട്ടിട്ട് എന്നെ സന്തോഷിപ്പിക്കാമെന്നും അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ എന്റെ ജീവിതം നശിപ്പിക്കാനും നോക്കുക. അതിനെപ്പറ്റിയൊക്കെ ഈ വാട്ടനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? വാട്ടൻ നിങ്ങളുടെ കെട്ടിയോനാ എന്ന് പറയുമ്പോ അത് നിന്റെ അച്ഛനാടാ. അങ്ങേർക്ക് ഇത്തിരി വട്ടുണ്ടായിരുന്നെന്ന് മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ പാരമ്പര്യം പാരമ്പര്യം. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ മനസ്സൊന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ, ശാന്തമാവണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വനാഥനെ ഒന്ന് തൃപ്തിപ്പെടുത്തണം. എന്റെ മോളെ ഇന്ന് പറഞ്ഞിരുന്നു വരുമെന്ന്. ഓ, വരുമ്പോഴേ കൂടെ പോവാൻ നോക്ക്. കൂടെ കൂട്ടൂല. അവനെന്നെ കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിലേ കണ്ണനോട് ഞാൻ സത്യം പറഞ്ഞാൽ പറ്റൂ. അല്ലാതെ അവൻ എന്നെ കൊണ്ടുപോകില്ല, എനിക്കറിയാം. മോളെ, എനിക്ക് കണ്ണനെ കാണാനൊരു അവസരം ഉണ്ടാക്കിത്താ. ഞാൻ അവനോട് നടന്നതൊക്കെ നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. ഇവനെ മിക്കവാറും ഈ മുറിക്കകത്തിട്ട് പൂട്ടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ. എങ്കിൽ ഞാൻ നിലവിളിച്ച ആളെ കൂട്ടും. ആളെ കൂട്ടിയാലേ നിന്റെ വായിക്കകത്തിയ തുണി കുത്തി കയറ്റും. മര്യാദക്ക് വായും പൂട്ടി ഇതിനകത്ത് ഇരുന്നോണം, അല്ലെങ്കിൽ ചൂട് ചട്ടകം ഉണ്ടല്ലോ പുറത്തെ തൊലിയും കൊണ്ട് ഇങ്ങോട്ട് പോരും. കണ്ണിച്ചോറില്ലാത്തൊരു അമ്മയും കൊച്ചുമോളും നിങ്ങളൊക്കെ വെള്ളം ഇറങ്ങാതെ ചാവത്തുള്ളൂ. എടാ, സ്വന്തം അമ്മയായി ഞാൻ വെള്ളം ഇറങ്ങാതെ ചാകണമെന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമില്ലടാ. പക്ഷേ എന്തുമാത്രം സ്നേഹിച്ചതാ നീ നിന്റെ മോളെ. ഈ മോളുടെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നടാ? എനിക്കിപ്പോ അമ്മയുമില്ല മോളുമില്ല. വിശ്വൻ, എന്റെ വിശ്വം മാത്രമേ എനിക്കുള്ളൂ. അവന്റെ കണ്ണ് നിറയപ്പെടുണ്ടല്ലോ, എന്റെ ചങ്ക് പൊട്ടുക. മോളെ ഇങ്ങോട്ട് വന്നേ. മര്യാദയ്ക്ക് കണ്ണനോട് പറയാനുള്ളതൊക്കെ പറയാനാ പറഞ്ഞേ. മിണ്ടാതെ കിടക്കടാ, അടക്കി കിടക്കടാ അവിടെ. ഇന്ന് നിനക്ക് പച്ച വെള്ളം തരത്തില്ല. പാട്ടുണ്ണിക്കിട്ട് കൊല്ലും ഞാൻ. കൊല്ലാൻ എന്നെ കൊല്ലാൻ ഏറ്റവും നല്ലതാ. മോള് വാ ഇങ്ങോട്ട്. വിശ്വ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. വിശ്വ, ഇനി എന്ത് ചെയ്യും മുത്തശ്ശി? ഒരു പിടിയില്ല മോളെ. അവൻ ആൾക്കാരെല്ലാം തിരിച്ചറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ അവൻ ഏതു നേരവും ആ വിശ്വനാഥനെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി അച്ഛൻ ആ കാറിന്റെ പിന്നാലെ ലോറിയും കൊണ്ട് പാഞ്ഞപ്പോഴും അപകടം ഒഴിവാക്കിയത് ഈ പറഞ്ഞ വിശ്വനാഥനായിരിക്കോ? അങ്ങനെ എന്തോ നടന്നിട്ടുണ്ട് മോളെ. അവന്റെ പിന്നാലെ വിശ്വനാഥന്റെ പ്രേതം ഉള്ളതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. മോളുടെ കണ്ണീരും കരച്ചിലും കണ്ടിട്ടാ അവൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. അതിന്റെ കൂടെ മോൾ ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയില്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.